പത്ലു നിങ്ങളിത് കണ്ടോ? മോഷണം കൂടുന്നത് കൊണ്ട് ഇവിടെ ഫയലുകളും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കള്ളനും ഇവിടെ പിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ മോഷണം നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുള്ളപ്പോ എവിടെന്നാ ഈ കള്ളന്മാരൊക്കെ ഉണ്ടാവുന്നേ? അതാണ് എനിക്കും അറിയാത്തത്. കള്ളന്മാർ എന്റെ പ്ലാൻ എങ്ങനെയോ മണത്തറിയുന്നുണ്ട്. എന്നിട്ട് അവര് ഞാൻ ഇല്ലാത്ത സ്ഥലത്ത് പോയി മോഷണം നടത്തുന്നു. മോഷ്ടിക്കുന്നത് ജോൺ ദ ഡോൺ തന്നെയാണെന്ന് അറിയാലോ. ചിങ്കം സാറേ, ഞങ്ങൾ ആ കള്ളനെ പിടിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോരെ? താങ്ക് യു മോട്ടു പത്ലു. ഇന്ന് തൊട്ട് ജോണിനെ പിടിക്കാനുള്ള ചുമതല നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. എല്ലാം നമ്മളെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. ചിങ്കത്തെ ഫോൺ വിളിക്ക്. ഹലോ, ചിങ്കം, ഇൻസ്പെക്ടർ ചിങ്കം. ഞങ്ങളെ പിടിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതാ മോട്ടു പത്ലുവിനെ കൊണ്ടത് നടക്കില്ല. യോൺ എല്ലാവരെക്കാളും മുന്നില, മോട്ടുവിനെയും പത്ലുവിനെക്കാളും പിന്നിലല്ല. എന്റെ അമ്മോ, ജോൺ എങ്ങനെ മനസ്സിലാക്കി അവനെ പിടിക്കാനുള്ള ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന്? അവന്റെ ഏതൊരു ചാരൻ ഇവിടെ ഉണ്ട്. ഏയ് കോൺസ്റ്റബിൾസ്, എല്ലാരും ഒരു വരിയിൽ വന്ന് നിൽക്കൂ. ഞാൻ കണ്ടുപിടിച്ചു, ഇതാരാണ്? ഒരു പുതിയ മുഖം. ഇവരാണ് ആ ചാരൻ. ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ അത് സാറിന്റെ തന്നെ മുഖമാണ്, കണ്ണാടി കൂടെ കാണുന്നതാ. സോറി മോട്ടു പത്ലു, എന്തേലും ചെയ്യൂ. ആ കള്ളനൊന്ന് പിടിക്കൂ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതെ, വൈഫ് ഹിയർ വെൻ മോട്ടു പത്ലു ആർ ഹിയർ. മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. എന്റെ അമ്മോ, എന്റെ ഡയലോഗ് എന്നെ തന്നെ കേൾപ്പിച്ച് പോയി കളഞ്ഞല്ലോ. പത്ലു, നമ്മൾ എന്തിനാ ഇങ്ങനെ വേഷം മാറി നടക്കുന്നത്? അല്ലെങ്കിൽ ജോൺ നമ്മളെ കണ്ട എവിടേക്കെങ്കിലും ഓടി ഒളിക്കും. മോട്ടു പത്ലു, നിങ്ങള് പുലികളാണെങ്കിൽ ഈ ജോൺ ഒരു സിംഹമാണ്. നിങ്ങൾ കടുവയാണെങ്കിൽ ഞാൻ വേട്ടക്കാരനാണ്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് എന്റെ കൂടെ വരാൻ നോക്കണ. എല്ലാം എടുത്ത് ഒന്നുപോലും ബാക്കി ഇതാ വെച്ചോളൂ. മോട്ടു അത് നോക്ക്, ജോൺ ആ കടയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് രക്ഷപ്പെടാൻ നോക്കുക. ചിങ്കം സാർ, ഞാൻ പത്ലു ആണ്. ജോണും ഗുണ്ടകളും ചേർന്ന് ജ്വല്ലറി ഷോപ്പിൽ മോഷ്ടിക്കാൻ കേറിയിട്ടുണ്ട്. പെട്ടെന്ന് തോക്ക് എടുത്തോണ്ട് വന്ന് അവന്മാരെ വെടിവെക്കേ. ഞാനിതാ ഇപ്പൊ തന്നെ എത്തിക്കഴിഞ്ഞു. കള്ളൻ രക്ഷപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ ബാഗ് എന്തിനാ ഇവിടെ ഇട്ടിട്ട് പോയത്? നിങ്ങളെന്നെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് കാണട്ടെ നിങ്ങൾ ആര് രക്ഷിക്കുമെന്ന്. ബൈ ബൈ, ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. എന്റെ ചിങ്കം സാർ, ഇത് എന്തായി കാണിച്ച്? ഞങ്ങള് വേഷം മാറി വന്നതല്ലേ? എന്റെ അമ്മോ, മോട്ടു പത്ലു, ഇത് നിങ്ങളായിരുന്നു. ഐ എം സോറി. ജീവനെ കൊതിയുണ്ടെങ്കിൽ ഓടിക്കോ. Wife here, when Chingam is here, don't worry. നിങ്ങൾക്ക് ഇനി ഒരു ആപത്തും സംഭവിക്കില്ല. ഞങ്ങൾക്കല്ല, നമുക്ക് മൊത്തം അപകട. പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. എന്റെ അമ്മോ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ജോണിന് അറിയാമായിരിക്കാം ചിങ്കവും മോട്ടുവും പത്ലും എവിടെയാണെന്ന്. പക്ഷെ അത് എങ്ങനെയാ? എനിക്കെന്താ തോന്നുന്നു വെച്ചാ അവന് മൂന്നാമതായിട്ട് ഒരു കണ്ണുണ്ടെന്നാ. മൂന്നാം കണ്ണോ? ഡോക്ടർ ജഡ്ക, നിങ്ങളല്ലേ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി പറക്കുന്ന ഒരു ഒളിക്യാമറ ഉണ്ടാക്കി കൊടുത്തത്? അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
അതിന്റെ പേര് വിത്തട്ടായി എന്നായിരുന്നില്ലേ? അതെവിടെ? അത് ഞാൻ കുറെ കാലം മുമ്പേ ആർമിക്കാർക്ക് കൊടുത്തതാണല്ലോ. ഗുഡ്, വെരി ഗുഡ്. ഇനി ഞങ്ങൾ ശത്രുക്കളെ നുഴഞ്ഞു കയറ്റാൻ സമ്മതിക്കില്ല. താങ്ക് യു ഡോക്ടർ ജഡ്ക. താങ്ക് യു. ജയ് ഹിന്ദ്. ഓ, ഇപ്പോഴാ മനസ്സിലായത്. ആ ആർമിക്കാര് ജോണും കൂട്ടാളികളുമായിരുന്നു. പൊളിച്ചടുത്തല്ലോ. എനിക്ക് കള്ളനെ പിടിക്കുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. കേട്ടോളൂ, ആരെങ്കിലും മോട്ടുപത്ലുണ്ട് വേഷിട്ടോണ്ട് ചിങ്കം സാറിന്റെ കൂടെ പുറത്തേക്ക് പോണം, മനസ്സിലായോ? അപ്പൊ ജോൺ വിചാരിക്കും അത് മോട്ടുപത്ലു ആണെന്ന്. അപ്പൊ അവൻ വേറെ സ്ഥലത്ത് പോയി മോഷ്ടിക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ ഒറിജിനൽ മോട്ടുപത്ലു അവന്റെ പുറകെ ചെന്ന് അവനെ പിടിക്കാമല്ലോ. അങ്ങനെ ചെയ്താൽ അവൻ മോഷ്ടിക്കുന്ന സമയത്ത് അവനെ കയ്യോടെ പിടിക്കാമല്ലോ. എന്തേ? ആഹാ, ഇത് എന്തൊരു ഐഡിയ ആണ് ഗസീറ്റ റാം. പൊളിക്കെടുത്തല്ലോ മമ്മി. നിങ്ങളെല്ലാരും എന്റെ ഐഡിയ കേട്ട് എന്റെ വേഷം തന്നെ മാറ്റിക്കളഞ്ഞല്ലോ. കരയുന്നത് മതിയാക്കിയിട്ട് നീ ഇത് കേക്ക്. നിന്റെ ഐഡിയ പ്രകാരം നമുക്ക് ഇപ്പൊ തന്നെ പുറത്തേക്ക് പോകാം. വന്നേ. ഈ കോലത്തിൽ ഞാൻ എങ്ങനെ പുറത്തേക്ക് പോകും? ഇതൊന്നും എനിക്ക് പറ്റില്ല. വോട്ടു പത്രു ചിങ്കത്തിന്റെ കൂടെ നമുക്കിപ്പോ വേറെ സ്ഥലത്തേക്ക് മോഷണത്തിന് പോവാം. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ഇനി മേലെ നീ വാ തുറന്നാ നിന്നെ ഞാൻ പഞ്ചറാക്കി കളയും. ഞാൻ കവിയൊന്നുമല്ല, കവിത ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാൻ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങണേ. എന്തിനാ എന്റെ നടുവ് ഇങ്ങനെ ഓടിക്കുന്നേ? ഒന്ന് നിർത്ത്. പത്ലു ക്രെയിന് നിർത്തിയാ പിന്നെ ജോണ് രക്ഷപ്പെടും. നീ അവനെ പിടിച്ചാ മതി, ഞാൻ അവന്റെ അടുത്തേക്ക് നിന്നെ എത്തിച്ചോളാം. പത്തലു വേറെ എവിടെയായിരുന്നല്ലോ, ഇവിടെ എങ്ങനെയാ വന്നത്? ഈ മോട്ടു പത്തലു എന്ത് ആൾമാറാട്ടമാണ് കാണിക്കുന്നത്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ട് സൈക്കിൾ ചവിട്ടറാ. സ്പീഡിൽ പോടാ, സ്പീഡിൽ പോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. നീ വിഷമിക്കരുത്, ഞാൻ ഇപ്പൊ തന്നെ കൺട്രോൾ ചെയ്തോളാം. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ ക്രെയിൻ എങ്ങനെ ഓടിക്കാ അത് മാത്രം എനിക്ക് അറിയില്ല. പ്രശ്നമായോ? ഇതൊന്ന് ശ്രമിക്കട്ടെ. പൊളിച്ചെടുത്തല്ലോ. ഞാൻ ഏത് ബട്ടണാ പ്രസ് ചെയ്യണ്ടേ? The name is ചിങ്കം. ചിങ്കത്തിൽ കിടന്ന് രക്ഷപ്പെടുന്നത് impossible. Impossible. സീതാറാം, ഞാൻ അങ്ങോട്ട് വന്നാൽ നിന്റെ അവസാനമായിരിക്കും. നീ ഞങ്ങളിട്ട് കുറെ നേരം വെള്ളം കുടിപ്പിക്കുന്നു. മോട്ടു പത്ലു, നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ തന്നെ നിൽക്ക്, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ അവസാനിക്കും. അവിടെ നിന്ന് ഡാൻസ് കളിക്കാതെ താഴേക്ക് നോക്കിക്കോളൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.